വളരെ നിർണായകപരമായിട്ടുള്ള മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഗോൾഡിന് എന്ത് സംഭവിച്ചു? വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. കനേഡിയൻ ജോബ് റിപ്പോർട്ട് വന്നു. അത് എങ്ങനെ വരുന്ന മിക്സ്ഡ് റെസ്പോൺസ് ആയിട്ട് വന്നത്. കനേഡിയൻ ജോബ് റിപ്പോർട്ട് കെയിം ഇൻ മിക്സ്ഡ് ഇൻ ജൂലൈ എന്നുള്ള ലെവലിലേക്കാണ് വരുന്നത്. ഗോൾഡ് സെറ്റ് റിമെയിൻ ഡിമാൻഡ്. ഗോൾഡിന് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാം കാണിക്കുന്നത്. ബയേഴ്സ് നോട്ട് എറ്റ് റെഡി ടു ഗിവ് അപ്പ് ഐസ് ഓൺ USCPI. വാങ്ങുന്ന ആളുകൾ ഇപ്പോഴും ഗോൾഡിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. കണ്ണുകളെല്ലാം US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയിലേക്കാണ്. ഒരു ടർബുലൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്വർണ്ണവിലയിൽ. അറിയാമല്ലോ, ബുധൻ ആ സമയത്ത് പ്രത്യേകിച്ച് ആ ബുധനാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ച അത് ഒന്നും കൂടി അതിശക്തമായ രീതിയിൽ ആ ടർബുലൻസ് ഉണ്ടാക്കി. എന്നിട്ട് എന്നാൽ ഗോൾഡ് ഈ ആഴ്ച തുടക്കം എന്ന നഷ്ടത്തോടെയായിരുന്നു ഗോൾഡ് നോട്ടമിട്ട് റെക്കോർഡിൻ്റെ അടുത്ത് നിന്ന് ഗോൾഡ് വീഴുന്ന അവസ്ഥയായിരുന്നു ഒരു ആഴ്ചയുടെ തുടക്കമെങ്കിൽ ഒരു ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയായിരുന്നു ഇന്നലെയൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ക്യാൻ സർട്ടൻലി ലേബിൾഡ് ആ സേഫ് ഹെവൻ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആളുകൾക്ക് സേഫ് ഹെവൻ എന്ന് പറയുന്ന ആ ഒരു ഗോൾഡിലേക്കുള്ള വരവ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഗോൾഡ് തന്നെയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ കവേഴ്സിൻ്റെ എൻവിറോൺമെൻറ്റിൽ ഗോൾഡ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് സീസ്ഫെയർ ടാക്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആളുകളൊക്കെ അത്ര വലിയ വിശ്വാസം അതിൽ ഒപ്റ്റിമിസ്റ്റിക് അല്ല അത്രമാത്രം എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ പുതിയ ഒരു വലിയ ഫിയറും ലബനോണിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ ക്യാൻസലേഷനും മറ്റുള്ളതും, അതേപോലെ ട്രാവൽ ബാനുകളും സിറ്റിസൻസിനോട് റെസ്പെക്റ്റീവ് കൺട്രീസ് അങ്ങോട്ട് പോകരുതെന്നും അവിടെയുള്ള ആളുകളോട് എവാക്വേഷൻ ഓർഡർ കൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിലൂടെ പോകുന്ന ഈ ആഴ്ചയിലെ ഈ മണിക്കൂറുകളിൽ ഗോൾഡ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വീണ്ടും പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 51,400 എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള വിലയോടുകൂടി നാളെ ഒരു 240 രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെ തന്നെ ഗോൾഡ് പോകുന്നു. ബയേഴ്സ് നോട്ട് എറ്റ് റെഡി ടു ഗിവ് അപ്പ് ഐസ് ഓൺ USCPI എന്നുള്ളതും നമുക്ക് കാണാം.